ഈ കാണുന്നത് ഒരു വേപ്പ് മരമാണ്. ഞാൻ ചുമ്മാ വീടിൻ്റെ ടെറസിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ വേപ്പ് മരം ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഈ വേപ്പിൻ്റെ കുരുവും അതുപോലെ വേപ്പിൻ്റെ കമ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. വേപ്പിൻ്റെ കൊമ്പ് കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ വേപ്പിൻ്റെ കുരു കൊമ്പോട് കൂടി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കണത്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ക്രാഫ്റ്റ് ആണ് കേട്ടോ ചെയ്യാൻ പോണത്. ആദ്യം നമുക്ക് ഈ വേപ്പിൻ്റെ കുരു വെച്ചിട്ട് ഒരു സൂത്രം ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു 3-4 കൊമ്പ് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഈ കുരുവെല്ലാം നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ക്രിസ്മസ് ക്രാഫ്റ്റ് ആയതുകൊണ്ട് റെഡ് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. പെയിൻറ്റ് ചെയ്യുമ്പോൾ തണ്ടിലേക്കൊന്ന് സ്പ്രെഡ് ആവാണ്ട് ഓരോ കായും ഇങ്ങനെ സെപ്പറേറ്റ് എടുത്താണ് കേട്ടോ പെയിൻറ്റ് ചെയ്യണത്. ഇതിങ്ങനെ മൊത്തത്തിൽ റെഡ് കളർ കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ശരിക്കും ചെറിപ്പഴം പോലെയൊക്കെ തോന്നും. ബാക്കിയുള്ള എല്ലാത്തിലും ഇതേപോലെ റെഡ് കളർ തന്നെയാണ് കേട്ടോ കൊടുക്കണത്. ഇതിൽ ഇതേപോലെ ഒരേ കളറ് കൊടുക്കുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് കളേഴ്സും കൊടുക്കാം കേട്ടോ. അതിന് വേറൊരു ഭംഗിയായിരിക്കും. ഇതിന് ഒന്നും കൂടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഗോൾഡൻ കളറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ കളർ എല്ലാത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണില്ല കേട്ടോ, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാത്രം. ഇപ്പം നേരത്തെ ഇതിൽ ഒന്നുകൂടി ഒരു ഭംഗിയായില്ലേ. ഇതിങ്ങനെ തന്നെ കുറച്ച് ലീഫ് കൂടി വെച്ചിട്ട് ഫ്ലവർ വേസിൽ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുകൊണ്ട് വേറെ സൂത്രമാണ് ചെയ്യാൻ പോണത്. ഇതിനെ ഇങ്ങനെ തട്ടായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് പിടിച്ചിട്ട് താഴെ റബ്ബർ ബാൻഡ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ. 2 വീതി കുറഞ്ഞ റിബൺ എടുത്തിട്ടുണ്ട്. ഈ 2 റിബണും നമുക്ക് ഈ റബ്ബർ ബാൻഡ് ചുറ്റിയ സ്ഥലത്തൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഞാനൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് സ്റ്റാറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. ഇതിപ്പോൾ വേപ്പിൻ്റെ കുരു കൊണ്ട് ചെയ്താണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയുമോ? ഇതിൻ്റെ മുകളിലൊരു വള്ളിയൊക്കെ കെട്ടി നമുക്ക് ക്രിസ്മസ് ട്രീയിലോ അങ്ങനെ എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാം കേട്ടോ. പിന്നെ ഈ കായ്കൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത്ര ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ചുങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നാലും താൽക്കാലിക ഡെക്കറേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയൊരു ഐഡിയ ആണ്. ഇനി വേപ്പിൻ്റെ കുറച്ച് കമ്പുകൾ വെട്ടി വെച്ചിട്ടുണ്ടായില്ലേ, അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം 15 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള 5 കമ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി സ്റ്റാറിൻ്റെ ഷേപ്പിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. എളുപ്പത്തിൽ സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് ഇതാ 3 കമ്പുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. അതിൻ്റെ മുകളിൽ 2 കമ്പെടുത്ത് ഇങ്ങനെ കോണായിട്ട് വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ച പോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. മരമൊക്കെ ഒട്ടിക്കുമ്പോൾ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാണ്ട് ഇതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്ലൂ വേണം കേട്ടോ യൂസ് ചെയ്യാൻ. ഹോട്ട് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഫെവിക്വിക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താലും മതി. അപ്പോൾ 3 കമ്പുകൾ ഇങ്ങനെ ഒട്ടിച്ചിട്ട് പിന്നെ ഇതിനൊന്ന് തിരിച്ച് വെക്കണം. എന്നിട്ട് വേണം ആ 2 കമ്പുകളും കൂടി വെച്ച് കൊടുക്കാൻ. പിന്നെ മരക്കമ്പുകൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഒരേ വണ്ണത്തിലുള്ള കമ്പുകൾ വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നാലാണ് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനേലും കുറച്ചുകൂടി വലുപ്പം കുറഞ്ഞ ഒരു കുഞ്ഞു സ്റ്റാർ കൂടി ഉണ്ടാക്കിയെടുക്കണ്ടേ. ഇനി 2 സ്റ്റാർ ഒന്ന് പെയിൻറ്റ് കൂടി ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ഒരു സ്റ്റാറിന് വയലറ്റ് കളറാണ് കൊടുക്കുന്നത്. ഇതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ തൂക്കിയിട്ടാലും ഭംഗിയായിരിക്കും. അപ്പോൾ ആ ചെറിയ സ്റ്റാറിന് പിങ്ക് കളറും കൂടി കൊടുക്കണ്ടേ. ഇനി ഞാനൊരു തുണി വീതി കുറച്ച് നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ സ്റ്റാറിൻ്റെ എല്ലാ മൂലകളിലും ഒന്ന് ചുറ്റി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഇതൊരു 2 റൗണ്ട് ചുറ്റിയാൽ മതിയാവും. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വയ്ക്കാം.
അപ്പോൾ ഇതേപോലെ എല്ലാ മൂലകളിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്റ്റാറിനും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ തൂക്കിയിട്ടാലും മതി, പക്ഷെ ഞാനിതിന് ഒന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണേ. ഇങ്ങനെയുള്ള ഒട്ടും വീതിയില്ലാത്ത വള്ളി എടുത്തിട്ട് ഈ സ്റ്റാറിൽ മൊത്തത്തിൽ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ഇതിനെ കെട്ടിട്ട് കൊടുക്കാം, എന്നിട്ട് ഇത് മൊത്തത്തിൽ ഈ വള്ളി വെച്ച് ചുറ്റിയെടുക്കാം. ഇങ്ങനെ ചുറ്റാനായിട്ട് വീതി കുറഞ്ഞ ത്രെഡോ അല്ലെങ്കിൽ ചാക്കുവള്ളിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താലും മതി. ചുറ്റി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗ്ലൂവും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ലൂസായിട്ട് പോരും. ഇത് പ്രത്യേക ഒരു ഷേപ്പിലൊന്നും അല്ല കേട്ടോ ചുറ്റുന്നത്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ലാസ്റ്റ് ഇതൊന്ന് കെട്ടിയും കൂടി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോരും. അങ്ങനെ 2 സ്റ്റാറിനും ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബീഡ്സ് കൂടി ഒട്ടിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബീഡ്സിന് പകരമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ വേപ്പിൻ കുരു തന്നെയാണ്. അത് അവിടെ ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിലിപ്പോൾ പെയിൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല, അത് നമുക്ക് ലാസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനെ ഒന്ന് പെയിൻറ് കൂടി ചെയ്തെടുക്കാം. പെയിൻറ് പല കളേഴ്സിലുള്ള പെയിൻറ് കൊടുക്കണ്ട കേട്ടോ. വൈറ്റ് മാത്രമല്ല, പിങ്ക്, യെല്ലോ, പർപ്പിൾ അങ്ങനെയുള്ള കളേഴ്സൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കളേഴ്സും കൂടി കൊടുത്തപ്പോൾ ഇതിപ്പോൾ തെർമോക്കോളിൻ്റെ ബോൾസ് ഒട്ടിച്ച പോലെയൊക്കെ തോന്നുള്ളേ. ഇതിനെ ഇനി തൂക്കിയിടാൻ വേണ്ടിയിട്ട് വള്ളി കൂടി കെട്ടിക്കൊടുക്കാം. അപ്പോൾ മരക്കൊമ്പ് കൊണ്ടുള്ള 2 സ്റ്റാറും കൂടി റെഡി ആയിട്ടുണ്ട്. ഇതിനും കൂടി വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ടേ. നല്ല വലിപ്പമുള്ള മരത്തിൻ്റെ കമ്പൊക്കെ വെട്ടി ഇതേപോലെ നല്ല വലിയ സ്റ്റാറൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. താങ്ക്